ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ദേശീയപാതയിലെ നിർമ്മാണ വീഴ്ചയിൽ കേന്ദ്രം നടപടി തുടങ്ങിയിരിക്കുകയാണ്. കൂരിയാട് ദേശീയപാതയിലെ വീഴ്ചയിൽ KNR കൺസ്ട്രക്ഷൻസിനെ ഡീബാർ ചെയ്തു. ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്കുണ്ട്. 2 അംഗ സമിതിയുടെ റിപ്പോർട്ടിന് പിന്നാലെ നടപടി തുടങ്ങിയത് നല്ല കാര്യം. പക്ഷെ വീഴ്ചയാണോ അഴിമതിയാണോ? ഇതെവിടെയൊക്കെ സംഭവിച്ചിരിക്കുന്നു എന്നതിൽ എന്താണ് പരിഹാരം? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ പൂർണ്ണമായും സംരക്ഷിച്ച് മുഖ്യമന്ത്രി തന്നെ അല്പം മുൻപ് രംഗത്തെത്തി. വീഴ്ചയുടെ ഉത്തരവാദിത്തം നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് മാത്രമാണെന്ന് പറയുന്നു മുഖ്യമന്ത്രി. ഹോർഡിംഗും ഫീൽഡ് വിസിറ്റും വെറുതെയായിരുന്നു എന്നാണോ പറഞ്ഞതിന്റെ ലക്ഷ്യം? LDF വന്നില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ NH-66 ഉണ്ടാവുകയില്ലായിരുന്നു എന്നാണ് പിണറായി വിജയന്റെ അവകാശവാദം. വിള്ളലിന്റെ ക്രെഡിറ്റ് ആർക്ക് എന്നതാണ് ചോദ്യം. ചർച്ചയിൽ PV അൻവർ, മുൻ MLA, തൃണമൂൽ കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, CPM പ്രതിനിധി, അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, BJP പ്രതിനിധി. ആദ്യം ഞാൻ ശ്രീപത്മനാഭനിലേക്ക് പോകുന്നു. ശ്രീപത്മനാഭൻ, ഇപ്പോൾ NHAA വീഴ്ച സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെ NHAA വീഴ്ച സമ്മതിക്കുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന് പറ്റിയ വീഴ്ചയായിട്ടാണ് സംസ്ഥാന സർക്കാരും കാണുന്നത്. പൊതുവെ അങ്ങനെയാണല്ലോ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കേന്ദ്രത്തിന് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റി, കേരളത്തിൽ നിർമ്മാണം വേറെ രൂപത്തിൽ നടത്തേണ്ടിയിരുന്നു, അതിൽ ഒരു കൃത്യമായ പരിശോധനയും ശ്രദ്ധയും ഇല്ലാതെ പോയി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയൊന്നും അല്ലാതെ 644 കിലോമീറ്റർ നീളത്തിലാണ് ഹൈവേ ഉണ്ടാക്കുന്നത്. 8-10 സ്ഥലത്താണ് പരമാവധി പ്രശ്നങ്ങളുള്ളത്. അത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഭീമാകാരമായ കുന്നുകൾ ഇടിച്ച് നെടുകെ പിളർന്ന് മണ്ണിടിച്ച് ഹൈവേ ഉണ്ടാക്കുന്നു. മറ്റൊന്ന്, 365 ദിവസവും വെള്ളം കെട്ടി നിൽക്കുന്ന വയലിൽ 5-6 ഉയരത്തിൽ മണ്ണ് ഇട്ട് നികത്തി വലിയ ഹൈവേ നിർമ്മിക്കുന്നു. ഇത് ഭൂമിയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ആ സമയത്ത് ഒന്നുകിൽ ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്ന മാറ്റത്തിൻ്റെ പ്രത്യാഘാതമാവാം, അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധ നിർമ്മാണ പ്രവർത്തനത്തിൽ കമ്പനികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് 8-10 സ്ഥലത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് അപ്പോൾ തന്നെ വന്നു കണ്ടു പരിഹരിക്കാനും അത് ഉത്തരവാദികളായ ആൾക്കാർക്കെതിരെ പെട്ടെന്ന് തന്നെ നടപടിയെടുക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ലല്ലോ ഈ പ്രശ്നം. 2023 മാർച്ച് 10 ഉദ്ഘാടനം ചെയ്ത മൈസൂർ-ബാംഗ്ലൂർ ഹൈവേ 2023 ആദ്യത്തെ മഴയ്ക്ക് ഒരു സ്വിമ്മിംഗ് പൂള് പോലെയായി. കാരണം അവർ വാട്ടർ ഹോൾ ഇട്ട സ്ഥലമല്ലായിരുന്നു വെള്ളം പോകുന്ന സ്ഥലം. അപ്പോൾ അത് പിന്നീട് പരിഹരിക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടെയാണെങ്കിൽ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ പരിശോധന കഴിഞ്ഞിട്ടില്ല, നിർമ്മാണ പ്രവർത്തനം നടക്കുന്നേ ഉള്ളൂ. പക്ഷേ കുന്നുകൾ ഇടിച്ചിട്ടുണ്ട്, വയലുകൾ നികത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ വേണ്ട ശ്രദ്ധ, ചില സ്ഥലത്ത് വേണ്ട ശ്രദ്ധ ഉണ്ടായിട്ടില്ല, ചില അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കും. അത് അപാകതകൾ വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കും. അല്ല, DPR മാറ്റിയത് ആർക്കു വേണ്ടി എന്ന ചോദ്യം ചോദിച്ചിരിക്കുന്നത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ആര് മാറ്റി, ആർക്കു വേണ്ടി മാറ്റി? അല്ല, അത് കേന്ദ്ര സർക്കാരിനല്ലല്ലോ ഉത്തരവാദിത്തം. കാരണം പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രകാരം സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ ശ്രദ്ധിക്കണം, ഇന്ന സ്ഥലത്താണ് അനുയോജ്യം, ഇന്ന സ്ഥലത്താണ് അനുയോജ്യം എന്ന്. കേരള PWD വകുപ്പിനൊരു നാഷണൽ ഹൈവേ അതോ ഒരു വിഭാഗമുണ്ട്, അതിനൊരു തഹസിൽദാരുണ്ട്. അവരാണ് ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കേന്ദ്ര സർക്കാർ പറയുക, നിങ്ങൾ അനുയോജ്യമായ സ്ഥലം ഏറ്റെടുത്ത് തന്നാൽ ഞങ്ങൾ നിർമ്മിച്ചു തരാം എന്നാണ്. പക്ഷേ ഈ സ്ഥലമൊക്കെ ഫിക്സ് ചെയ്യുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ PWDന് നിർണായക പങ്കുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് തിരുത്താൻ പറ്റും തോന്നുന്നില്ല. കാരണം നിർമ്മാണം ഏതാണ്ട് 60-70% പൂർത്തിയായി കഴിഞ്ഞു. ഈ തളിപ്പറമ്പ് നേരത്തെ പ്രശ്നമുണ്ട്, വയൽക്കിളികളുടെ സമരമുണ്ട്, ബഹളമുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരാണ് ആ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യുന്ന കാര്യത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അവിടെ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്ത് ആ ഭൂമി ഏറ്റെടുത്ത് നൽകിയാൽ അവിടെ NHAI ഹൈവേ ഉണ്ടാക്കും. ഇത്രയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് കേന്ദ്രം മാത്രമല്ല, ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ സംസ്ഥാന സർക്കാരിന് വലിയ പങ്കുണ്ട്. ഭൂമി കണ്ടെത്തുന്നതിൽ, അതിൻ്റെ റൂട്ട് ഫിക്സ് ചെയ്യുന്നതിൽ, അത് ഏറ്റെടുത്ത് നൽകുന്നതിൽ. ഏറ്റെടുത്ത് നൽകി കഴിഞ്ഞാൽ പിന്നെ നിർമ്മാണം നടത്തുന്നത് NHAI ആണ്. ആ നിർമ്മാണ പ്രവൃത്തിയിൽ കമ്പനിയുടെ ഭാഗത്ത് എന്തെങ്കിലും ശ്രീ പത്മനാഭൻ?
അതൊരു അട്ടിമറിയാണല്ലോ. അങ്ങനെ അല്ല, അങ്ങനെ ഉത്തരം പറയുന്നത് അങ്ങനെ എങ്ങനെ ചെയ്തു സംസ്ഥാന എന്നാണ് സർക്കാർ. വിശദീകരിക്കുന്നത്? അതറിയില്ല, അത് അവര് പറയണം. ആര് പറയണം? അലൈൻമെന്റ് ഫിക്സ് ചെയ്തിട്ട് ഭൂമി ഏറ്റെടുക്കുന്നത് അവരാണ്. അല്ല, മന്ത്രി സംസ്ഥാന ഉറപ്പിച്ചു സർക്കാർ പറയുകയാണ് DPR കേന്ദ്ര മാറ്റി. സർക്കാരല്ല. ആർക്ക് വേണ്ടി മാറ്റി? നിങ്ങൾക്ക് അറിവില്ലാത്തൊരു കാര്യമാണോ? മന്ത്രിക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണോ? അത് ഞങ്ങളല്ലേലോ ഭൂമി മന്ത്രി പറഞ്ഞത് ശരിയായിരിക്കും, ഞങ്ങളല്ലേലോ. പക്ഷേ കേന്ദ്രമല്ലേലോ ഭൂമി ഏറ്റെടുക്കുന്നത്. ഭൂമി ഏറ്റെടുത്ത് കൈമാറി കഴിയുമ്പോഴാണ് കേന്ദ്രത്തിൻ്റെ റോള് വരുന്നത്. കേന്ദ്രം സംസ്ഥാനത്തോട് പറയുന്നു, ഞങ്ങൾ നാഷണൽ ഹൈവേ 66 6 വരി പാതയാക്കാൻ തയ്യാറാണ്, അതിന് ഞങ്ങൾ വേണ്ട നടപടികളും പണികളും ചെയ്യാം, നിങ്ങൾ ഭൂമി ഏറ്റെടുത്ത് തരൂ. എവിടെയാണ് ഭൂമി ഏറ്റെടുക്കേണ്ടത്, ഏത് രീതിയിലാണ് ഭൂമി ഏറ്റെടുക്കേണ്ടത്, അതിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെയാണ്, ഇതൊക്കെ സംസ്ഥാന PWD വകുപ്പും കൂടി ആലോചിച്ച് ചിന്തിച്ച് അതിൻ്റെ ഉടമസ്ഥന്മാർക്ക് നോട്ടീസ് അയച്ച് അവരുടെ റേറ്റ് ഫിക്സ് ചെയ്ത് ആ കറക്റ്റ് ഭൂമി അവരാണ് ഏറ്റെടുത്ത് തരുന്നത്. കേന്ദ്ര സർക്കാർ വീഴ്ച പറ്റി എന്ന് പറഞ്ഞത് എന്തായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്? അത് മലപ്പുറത്ത് കൂരിയാട് കേന്ദ്ര ഏജൻസി വിദഗ്ധന്മാർ തന്നെ വന്ന് കണ്ടെത്തിയിട്ടുണ്ട്, അവിടെ നിർമ്മാണത്തിൽ അപാകതയുണ്ട്. അത് കൂരിയാടാണ് പ്രശ്നം, വേറെ എവിടെയല്ല. കൂരിയാട് നിർമ്മാണത്തിൽ അപാകത ഉണ്ടായിട്ടുണ്ട് എന്ന് കേന്ദ്രത്തിൻ്റെ വിദഗ്ധന്മാർ വന്ന് കണ്ടെത്തി. അപ്പോൾ ആ കമ്പനിക്കെതിരെയും ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും നടപടി ഉണ്ടായിട്ടുണ്ട്. കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് കൂരിയാട് മാത്രമല്ലല്ലോ ഇപ്പോൾ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്, കുപ്പത്തുമുണ്ടല്ലോ, കുപ്പത്ത് മണ്ണിടിഞ്ഞല്ലോ, തൃശ്ശൂരിലും പ്രശ്നമുണ്ടായിട്ടുണ്ടല്ലോ. അത് നിർമ്മാണത്തിൽ അപാകത അല്ല, അത് നിർമ്മാണത്തിൽ അപാകതയാണെന്ന് ആരും കണ്ടെത്തിയിട്ടില്ല. ഭൂമിയുടെ ഘടനയിൽ ഉണ്ടായിട്ടുള്ള. ശരി, ഞാൻ വരാം. നോക്കാം. ശ്രീ പി വി അൻവർ, താങ്കൾ ഒന്ന് ക്ഷമിക്കണം. സർക്കാരിനെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് CPM-ന്റെ വേർഷൻ ആദ്യം അറിയേണ്ടതുണ്ട്. അരുൺകുമാർ ഇപ്പോൾ പറഞ്ഞത് കേട്ടല്ലോ, പൊതുമരാമത്ത് വകുപ്പിനാണ് ഇതിന്റെ ഉത്തരവാദിത്തം. ഭൂമി ഏറ്റെടുത്ത് നൽകിയല്ലോ. അപ്പോൾ ഭൂമി ഏറ്റെടുത്ത് നൽകുമ്പോൾ DPR തിരുത്തി അല്ലെങ്കിൽ DPR മാറ്റി അതിലൊരു വലിയ അട്ടിമറി നടന്നു എന്ന മട്ടിലാണ് ഇന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചത്. ഇതിൽ ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വം പൊതുമരാമത്ത് മന്ത്രിക്കില്ല എന്നൊരു പ്രതികരണം വൈകിട്ട് മുഖ്യമന്ത്രി ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിച്ചുകൊണ്ട് പറയുന്നുണ്ട്. എന്താണ് ഇതിൽ ഒരു സർക്കാരിൻ്റെ നിലപാട്? അല്ല, ഒരു ദേശീയപാതയുടെ അലൈൻമെന്റ് ഏകപക്ഷീയമായിട്ട് മാറ്റി എന്നൊക്കെ ഒരു കേന്ദ്രമന്ത്രി പറയുമ്പോൾ അതിനെ എന്താ വിശേഷിപ്പിക്കുക? അല്പത്തരം എന്നല്ലാതെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഈ കേന്ദ്രമന്ത്രി എന്ത് നിലവാരത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? കൃത്യമായി നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ് ഈ രാജ്യത്തെ ദേശീയപാതയുടെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. കൃത്യമായി ഈ ദേശീയപാതയുടെ ടെൻഡർ, അതുപോലെ കരാറുകാരെ നിശ്ചയിക്കൽ, നിർമ്മാണ പ്രവൃത്തി, സ്ഥല പരിശോധന, ഗുണപരിശോധന, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റി തന്നെയാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്വം ഭൂമി ഏറ്റെടുത്തു കൊടുക്കും. ആ ഭൂമി ഏറ്റെടുക്കുന്നത് ഇന്ന അലൈൻമെന്റിലുള്ള ഭൂമി എന്ന് കൃത്യമായി നിശ്ചയിച്ചു കൊടുക്കുന്ന ഭൂമി ഏറ്റെടുത്തു കൊടുക്കും. 2, ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി 25% പണം സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കും. അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് എല്ലാ തരത്തിലുള്ള സഹകരണം ഉറപ്പുവരുത്തും. ആ സഹകരണം ഉറപ്പുവരുത്തുന്നത് ഈ അലൈൻമെന്റ് പോകുന്ന സ്ഥലത്ത് ഭൂമി ഏറ്റെടുക്കുമ്പോൾ അതിലൂടെയുള്ള വാട്ടർ കണക്ഷൻ, മറ്റു വൈദ്യുതി കണക്ഷന്റെ പാത, അത്തരത്തിൽ ആ ഭൂമി പാകപ്പെടുത്തി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൊജക്ട് സാങ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കോർഡിനേഷൻ നടത്തും. അത് ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്, CRS, എൻവയോൺമെന്റൽ ക്ലിയറൻസ്, അത്തരത്തിൽ ആ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും സംസ്ഥാന ഗവൺമെന്റ് ഉറപ്പുവരുത്തും. ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടെന്തെങ്കിലും സമരമോ പ്രതിരോധമോ ഉണ്ടായി കഴിഞ്ഞാൽ അതെല്ലാം സെറ്റിൽ ചെയ്ത് സമയബന്ധിതമായി ആ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തും. അല്ലാതെ ടെൻഡർ നടത്തുന്നതും കരാർ കൊടുക്കുന്നതും കരാറുകാരെ ഏൽപ്പിക്കുന്നതും അലൈൻമെന്റ് നിശ്ചയിക്കുന്നതും അലൈൻമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പഠനം നടത്തേണ്ടതുണ്ടെങ്കിൽ അതുമായി നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അത് NHA ആണ് ചെയ്യുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ലല്ലോ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞു വരുന്നത്. അദ്ദേഹം പറയുന്നത് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വകുപ്പാണെന്നാണ്. എപ്പോഴും ഫീൽഡിൽ പോകുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു, എപ്പോഴും യോഗം ചേരുന്നുണ്ടെന്ന് പറയുന്നു, ജനപ്രതിനിധികളെ കാണുന്നു, ജനങ്ങളെ കാണുന്നു, പറയുന്ന കാര്യങ്ങൾ റിവ്യൂ ചെയ്തുകൊണ്ട് യോഗം നടത്തുന്നു. ആ യോഗത്തിൽ മുഖ്യമന്ത്രിയുമുണ്ട്. ഇതൊക്കെയായിരുന്നു അവകാശവാദം. നമ്മൾ ഹോർഡിംഗ് കണ്ടതാണ്, ഒരുപാട് റീൽസ് കണ്ടതാണ്. അപ്പോൾ അതൊക്കെ തന്നെയും കുഴപ്പമായി എന്ന ബോധ്യത്തിലേക്കാണോ നിങ്ങൾ എത്തുന്നത്? അതോ ഈ കുഴപ്പം പറ്റുമ്പോൾ മാത്രം ഞങ്ങളുടെ റോഡല്ല എന്ന് പറയുകയും അതുവരെയും ഞങ്ങളുടെ റോഡ് എന്ന അവകാശവാദവും ആയിരുന്നല്ലോ?
ഒരിക്കലല്ല. ഇവിടെ രാജ്യത്ത് 28 സംസ്ഥാനങ്ങളിലും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ദേശീയപാതയുണ്ട്. ആ ദേശീയപാതയിൽ ഒരിടത്തും ഒരു നയാ പൈസ പോലും സംസ്ഥാന ഗവൺമെന്റുകൾക്ക് വിനിയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഈ കേരളത്തിൽ മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റിന് 5580 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് എടുത്തു കൊടുത്ത് ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കേണ്ടി വന്നത്. അതിന്റെ സാഹചര്യം എല്ലാം നമുക്കറിയാമല്ലോ. ഇപ്പൊ കോൺഗ്രസ് പ്രതിനിധി ഉണ്ടെങ്കിൽ അദ്ദേഹം അത് പറയേണ്ടി വന്നേനെ. കാരണം ദേശീയപാത ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ് അത് ഉപേക്ഷിച്ചതായി പത്രസമ്മേളനം നടത്തിയത് സാക്ഷാൽ മൺമറഞ്ഞു പോയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. അതിനുശേഷം 2016 LDF സർക്കാർ വന്ന് ആദ്യം പിണറായി സഖാവ് തന്നെ ഡൽഹി സന്ദർശനം നടത്തിയപ്പോൾ കേന്ദ്ര മന്ത്രിമാരുമായി ചർച്ച നടത്തി ദേശീയപാത അതോറിറ്റിയെ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ വെച്ചാണ് 25% പണം ഞങ്ങൾ തരാം, ഭൂമി ഏറ്റെടുത്ത് തരാം എന്ന് പറഞ്ഞത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കോർഡിനേഷൻ കൃത്യമായി പറഞ്ഞാൽ 25% പണം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഫോറസ്റ്റ്, ജിയോളജി, ഇലക്ട്രിക്കൽ, വാട്ടർ, ഇറിഗേഷൻ, പോലീസ്, അത്തരത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് സംസ്ഥാന ഗവൺമെന്റ് നടത്തുക. ആ സംസ്ഥാന ഗവൺമെന്റ് അത്തരത്തിൽ ഇടപെടൽ നടത്തിയത് കൊണ്ടാണ് 60% പണി ഇപ്പൊ പൂർത്തീകരിച്ചു എന്ന്. പൂർത്തിയാക്കിയെന്ന് പറയുന്നിടത്ത് പലയിടത്തും വെള്ളം കയറുന്നു, ആളുകൾ വീടുകളിലേക്ക് വെള്ളം കയറുന്നു എന്നടക്കമുള്ള പ്രശ്നങ്ങൾ പറയുന്നത് ആരോടാണ് പറഞ്ഞത്? ഈ ജനങ്ങളെ കാണുന്നു, ജനപ്രതിനിധികളെ കാണുന്നു എന്ന് മന്ത്രി പറയുമ്പോൾ ഈ പ്രശ്നം ഉറപ്പായിട്ടും ഈ ഘട്ടത്തിൽ എത്തുന്നതിന് മുമ്പ് സർക്കാരിന് മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ വേഗത്തിൽ പൂർത്തിയാക്കുക, എങ്ങനെയെങ്കിലും പൂർത്തിയാക്കുകയായിരുന്നോ ലക്ഷ്യം എന്ന സംശയമുണ്ട്. ശ്രീ PV അൻവർ, താങ്കൾ ഇപ്പോൾ തുടർച്ചയായി 2-3 ദിവസമായി നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയ പ്രതികരണങ്ങൾ, അതിനെ ട്രോളിക്കൊണ്ട് ചില പ്രതികരണങ്ങൾ നടത്തുകയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രിയും അല്പം മുമ്പ് മുഖ്യമന്ത്രിയും പറഞ്ഞത് കേട്ടല്ലോ, പൊതുമരാമത്ത് വകുപ്പിനല്ല ഉത്തരവാദിത്തം, NHIക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തം. ഇത് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക, ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക എന്നത് മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെയ്തതെന്ന്. പക്ഷേ അവകാശവാദം ഇതുവരെ അങ്ങനെ ആയിരുന്നു. അതാണല്ലോ അതിൻ്റെ ഏറ്റവും വലിയ തമാശ. ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒന്നും ജനങ്ങളുടെ മുന്നിൽ രണ്ടാം പിണറായി ഗവൺമെൻറ്റിൽ ഇല്ല എന്നതൊരു വസ്തുതയാണ്. അതിനെ മറികടക്കാനുള്ള ഒരു ആയുധമാക്കി ഈ നാഷണൽ ഹൈവേയെ കൊണ്ടു നടക്കാനായിരുന്നു ബഹുമാനപ്പെട്ട PWD മിനിസ്റ്റർ കഴിഞ്ഞ 1-2 വർഷമായി ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. ഇപ്പോഴും ആ ശ്രമം തുടരുകയാണ്. ഇതുവരെ ഇവിടെ കൊട്ടിഘോഷിച്ചിരുന്നത് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തവും ഞങ്ങൾക്കാണ്, ഞങ്ങളാണ് ഈ റോഡ് ഉണ്ടാക്കുന്നത്. നാഷണൽ ഹൈവേ എന്ന് പറയുന്ന NHAI ആണോ ഈ റോഡ് എന്ന് NH എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കുന്നൊരവസ്ഥ കേരളത്തിലുണ്ടായിരുന്നില്ല. അതിൻ്റെ പേരിൽ നടത്തിയ നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, വിശദീകരിക്കേണ്ടതില്ല. പക്ഷേ ഇങ്ങനൊരു ഘട്ടം വന്നപ്പോൾ, ഇങ്ങനെ വലിയൊരു പ്രതിസന്ധി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ PWD മന്ത്രി മിനിമം ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? ഈ പ്രതിസന്ധി ഉണ്ടാക്കി ഏറ്റവും വലിയ ഇടിച്ചിലുണ്ടായ കൂരിയാട് ആ സ്ഥലത്ത് വരാനുള്ള മിനിമം മര്യാദ, ധാർമ്മിക ഉത്തരവാദിത്തം അദ്ദേഹം കാണിക്കേണ്ടായിരുന്നു. അവിടെ വന്ന് ജനങ്ങളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതിന് വീഴ്ചകളുണ്ടെങ്കിൽ അത് സമ്മതിക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ നിമിഷം വരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല മന്ത്രി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയില്ല. ഇതെൻ്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് താലോലിച്ച് നടന്നിരുന്ന മന്ത്രിയാണ് ഒരു ദുരന്തമുഖത്ത് കാണാതിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന PWD മന്ത്രി മൂത്ത് പഴുത്തതല്ല, അത് ഞെക്കിപ്പഴുപ്പിച്ച് മൂപ്പിച്ചതാണ്. അവിടെയാണല്ലോ ഒരു മന്ത്രിയായാലും ഒരു പൊളിറ്റിക്കൽ ലീഡറായാലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയുടെ മുന്നിൽ വന്ന് നിൽക്കാൻ, അതിന് പരിഹാരമുണ്ടാക്കാൻ, അതിന് സത്യസന്ധമായി ആ വിഷയത്തെ കാണാൻ എന്തുകൊണ്ടാണ് സാധിക്കാതെ പോയത്? ഒരാഴ്ച മുമ്പ് പോലും അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ, കേരളത്തിലെ ഇപ്പോൾ 4ാം വാർഷികത്തിൻ്റെ പേരിൽ 15,36,00,000 രൂപക്കാണ് ഹോർഡിങ് മാത്രം മരുമകൻ്റെയും അമ്മോശൻ്റെയും ഫോട്ടോ വെക്കാൻ വേണ്ടി മാത്രം ചെലവഴിച്ചിട്ടുള്ളത്. അതിലൊരു പ്രധാന വിഷയമായി പരസ്യമായി 4ാം വാർഷികത്തിൻ്റെ വലിയൊരു നേട്ടമായി പറയുന്നത് ഈ റോഡിനെ കുറിച്ചാണ്. അവിടെയാണ് ഇന്ന് ഈ വിഷയം എത്തി നിൽക്കുന്നത്. അല്ല, റോഡിനെ കുറിച്ച് പറയുമ്പോൾ റോഡിന് സ്ഥലമേറ്റ് എടുക്കൽ ഒന്നും UDF കാലത്ത് നടന്നിട്ടില്ല. അത് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നിടത്താണ് ഇടതുപക്ഷം അധികാരത്തിൽ വന്നുകൊണ്ട് അതിനുള്ള സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയാക്കിയത്. അത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നുകൊണ്ട് മാത്രമാണ് എന്ന് ഇന്നത്തെ പ്രസംഗത്തിലും മുഖ്യമന്ത്രി അവകാശവാദമായി പറയുന്നുണ്ട്.
അതിൽ രണ്ട് കാര്യമാണ്. എന്താ മുന്നേ നടക്കാതെ പോയത്? ആരായിരുന്നു ഇതിനെ എതിർത്തിരുന്നത്? ഈ സ്ഥലമേറ്റെടുപ്പിനെ ഏറ്റവും കൂടുതൽ എതിർത്ത് തെക്ക് വടക്ക് വലിയ എന്താ പറയുക കേരളത്തിലെ രണ്ടായി മുറിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതിയെ തുടക്കം മുതലേ എതിർത്ത് വന്നത് ആരാണ്? ഈ പറയുന്ന CPM ഇടതുപക്ഷം തന്നെയാണ്. അതൊരു വസ്തുതയാണല്ലോ. പിന്നെ ആ ഗവൺമെൻറ് വന്ന് അധികാരത്തിൽ വന്നത് കഴിഞ്ഞു ഒരു പ്രധാന സബ്ജക്റ്റായി ഒരു ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റായിട്ട് ഇത് ഏറ്റെടുക്കുകയാണ്. അത് ചെയ്തു എന്നാൽ സ്ഥിതിയാണ്, ശരിയാണ്. പക്ഷേ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? സ്ഥലത്തിന് കാശ് ഞങ്ങൾ മുടക്കിയിട്ടുണ്ട്, ശരിയാണ്, ഏകദേശം 6000 കോടി മുടക്കിയിട്ടുണ്ട്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഛത്തീസ്ഗഡിൽ ഗവൺമെൻറ് 300 കിലോമീറ്റർ ഹൈവേ പണിയാനുള്ള ഭൂമി മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും എടുത്തു കൊടുത്തിരിക്കുന്നത് ഛത്തീസ് ഗവൺമെൻറ്റാണ്. പശ്ചിമ ബംഗാളിലെ ചില ഈ പറയുന്നത് പോലെയുള്ള നാഷണൽ ഹൈവേകൾ ആ സ്റ്റേറ്റിലെ ഗവൺമെൻറ്റിന് താല്പര്യം കൂടെയുള്ള പ്രദേശങ്ങളിലൂടെ ആ റോഡിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പണം മുടക്കിയിട്ട് പശ്ചിമ ബംഗാൾ ഗവൺമെൻറ് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ ഞങ്ങളാണ് കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ ഹൈവേക്ക് വേണ്ടി സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട് പണം കൊടുത്തു എന്ന പച്ചക്കളവ് കഴിഞ്ഞ 5-6 വർഷമായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന് മറുപടി പറയേണ്ട വിഷയമാണ്. മറ്റൊരു കാര്യം, ഞാൻ പറഞ്ഞു പോകുന്ന അങ്ങോട്ടേക്കൊന്നുമല്ല, വരാനിരിക്കുന്ന നാളുകളിൽ കേരളത്തിലെ വലിയൊരു ദുരന്തമായി നാഷണൽ ഹൈവേ മാറാൻ പോവുകയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ഇപ്പോൾ കൂരിയാട് ഉണ്ടായത് കെട്ടിപ്പൊക്കിയത് ഇടിഞ്ഞ് വീണതാണെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടി സ്ഥലങ്ങൾ നമ്മൾ ഈ പറയുന്ന മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡിൻ്റെ ചില ഭാഗങ്ങൾ കുന്ന് എന്ന് പറയുന്ന ശരിയായ കൊച്ചു മലകൾ 35 മീറ്റർ, 40 മീറ്റർ, 50 മീറ്റർ ഉയരത്തിൽ വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മളൊക്കെ മണ്ണെടുക്കുമ്പോൾ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഈ ഭൂമിയെ ഒരു സ്ലാൻഡിങ്, ഒരു സ്ലോപ്പിലൂടെ കട്ട് ചെയ്യാൻ പാടുള്ളൂ. 35 to 45% സ്ലോപ്പ് നിലനിർത്തിയിട്ട് ഭൂമി ഇത്ര മീറ്റർ കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ പാടുള്ളൂ. കേരളത്തിൽ ഒരു സ്ഥലത്തും നാഷണൽ ഹൈവേ അത് പാലിച്ചിട്ടില്ല. വെർട്ടിക്കലായി കട്ട് ചെയ്ത് നിർത്തിയിട്ട് വെറും സ്റ്റീൽ നെയിലിംഗ് നടത്തി ഒരു നെറ്റ് വിരിച്ച് ഒരു കോൺക്രീറ്റ് മിശ്രിതം പൂശി വെച്ചിരിക്കുകയാണ്. ഇതിൽ വലിയ അപകടം ഈ കട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ മുകളിലാണ് യഥാർത്ഥത്തിൽ സർവീസ് റോഡുള്ളത്. ഈ കേരളത്തിൽ ഇത് ഇടിയാൻ തുടങ്ങിയാൽ ആ സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനം ഹൈവേയിലൂടെ പോകുന്ന വാഹനത്തിലേക്കായിരിക്കും ഈ മണ്ണിടിഞ്ഞ് ഈ വാഹനവും മണ്ണും വന്ന് താഴെ വാഹനത്തിൻ്റെ മുന്നിലേക്ക് ഇടിഞ്ഞു വീഴുന്ന ദുരന്തം കേരളത്തിൽ ഉണ്ടാകുമെന്ന് 100% ഉറപ്പാണ്. ദൈവം കാക്കട്ടെ എന്ന് പറയാനേ നമുക്ക് സാധിക്കുള്ളൂ. കാരണം ആ രീതിയിൽ ഇപ്പോൾ കണ്ടതൊന്നുമല്ല, നമ്മൾ കാണാൻ പോകുന്നത് ഇതിലും വലുതാണ്. ഇന്നലെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകൾ, എൻജിനീയേഴ്സ് വന്നിട്ട് എന്താ പറഞ്ഞത്? എന്താണ് ഈ കൂരിയാട് വിഷയത്തെക്കുറിച്ചൊരു വിശകലനം ചെയ്തത്? മണ്ണിളകിപ്പോയതാണ്, മഴ പെയ്തു എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 8 മാസം മഴ പെയ്യുന്ന കേരളത്തിൽ ഒരു റോഡ് ഇടിഞ്ഞ് ഒരു അപകടമുണ്ടായപ്പോൾ അതിൻ്റെ കാരണമായി കണ്ടെത്തിയത് മഴ പെയ്തു എന്നാണ്. അതെ, അതും ആദ്യത്തെ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് ഓർക്കണം. മഴയുടെ ആദ്യത്തെ ദിവസമായിരുന്നു. അല്ല സ്മൃതി, ഇത് ഇസ് ടു ഡേഞ്ചറസ്. നമ്മളൊക്കെ ഹൈവേയിൽ യാത്ര ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ 2 ആഴ്ച മുമ്പാണ് കാസർഗോഡ് ഭാഗത്തേക്ക് റോട്ടിലൂടെ പോകുന്നത്. സത്യത്തിൽ നമുക്ക് പേടിയാവാണ്. മഴ പെയ്യുന്നതിൻ്റെ മുമ്പാണ്. ഞാനിത് രാഷ്ട്രീയമല്ല പറയുന്നത്. നമ്മളെന്താ ഇപ്പോൾ ഈ പറയുന്ന ഈ കൺസ്ട്രക്ഷനും മറ്റുമായിട്ട് ഒരു ചെറിയ ബന്ധം, ഒരു കോമൺ സെൻസ്, ഒരു ലേമൻ്റെ അറിവ് നമ്മൾക്കുള്ളത് കൊണ്ട് നിങ്ങളൊക്കെ നോക്കിയാൽ ഇത് കാണും. അപ്പോൾ എത്ര ഡേഞ്ചറസ് ഇട്ട് ആർക്കതിൻ്റെ ഉത്തരവാദിത്വം? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇതിന് ഒരു ഉത്തരവാദിത്വം ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? ഒളിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? കേരളത്തിലെ 200 ചില്ലാനം കിലോമീറ്റർ നമുക്ക് മഴക്കാലത്ത് ഇവിടെ ഭൂമി ഇടിച്ചിലാണ് പ്രശ്നമെങ്കിൽ ഹൈവേ ഇടിയുന്ന ദുരന്തം ഇത് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ തീരുന്ന ദുരന്തമല്ല ഇത്. ഇത് നിലനിന്ന് മുന്നോട്ട് പോകുന്ന ദുരന്തമായിരിക്കും. ഇതിനെ റീറ്റെയിൻ ചെയ്യാനുള്ള ടെക്നോളജിയും അതിൻ്റെ പണവും ചെലവഴിക്കാൻ ഗവൺമെൻറ്, കേന്ദ്ര ഏജൻസി ആയാലും ശരി, സ്റ്റേറ്റ് ആയാലും അത് ചെയ്തില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ ഈ പറയുന്നത് വലിയ അപകടാവസ്ഥയിലാണ് കേരളം മുന്നോട്ട് പോകുന്നത്. അതൊരു വസ്തുതയാണ്. തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇത് ഒരിടത്ത് മാത്രം നിൽക്കുന്ന കരാർ കമ്പനിയെ മാറ്റിയിട്ടുണ്ട്, ഡീബാർ ചെയ്തിട്ടുണ്ട്, ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. പക്ഷേ അതൊരു സാധാരണ നടപടിക്രമമല്ലേ? അടിസ്ഥാനപരമായി കേരളത്തിൽ ദേശീയപാത നിർമ്മാണം എങ്ങനെ വേണം, ഇവിടുത്തെ ഭൂപ്രകൃതിക്കനുസരിച്ച് നടന്നിട്ടില്ല എന്നതിൻ്റെ തെളിവുകളല്ലേ വരുന്നു. ഇപ്പോൾ ഏതെങ്കിലും 1-2 സ്ഥലത്തെ പ്രശ്നം മാത്രമായി അതിനെ ചുരുക്കാൻ പറ്റുമോ? ഇനി മഴ അങ്ങോട്ട് കനക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് ഭയപ്പെടേണ്ടത്? ബാക്കിയുള്ളവർക്കുള്ള ആശങ്ക ഇവിടുത്തെ BJP പ്രവർത്തകർക്കില്ല എന്നാണോ? BJP നേതാക്കൾക്കില്ല എന്നാണോ? 644 കിലോമീറ്റർ നീളത്തിൽ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്.
അതിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള 8 or 10 സ്ഥലത്താണ്. പ്രധാനമായും മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ല. ഈ 3 സ്ഥലത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുന്നുകൾ ഇടിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ കുന്നുകൾ. ഞാൻ ശ്രീ അൻവർ പറഞ്ഞതിനോടൊക്കെ കുറേയൊക്കെ യോജിക്കുകയാണ്. കാരണം വലിയ വലിയ കുന്നുകളാണ് ഇടിച്ചിട്ടുള്ളത്. വയലുകൾ നികത്തപ്പെട്ടിട്ടുണ്ട്. അതായത് 365 ദിവസവും വെള്ളം കെട്ടി നിൽക്കുന്ന വയലുകൾ 5-6 ഉയരത്തിൽ മണ്ണിട്ട് നികത്തപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റേതായ പ്രത്യാഘാതം ഭൂമിയിലുണ്ടാവും. മറ്റൊരു കാര്യം, മലപ്പുറം ജില്ലയിലെ കുന്നും കാസർഗോഡ് ജില്ലയിലെ കുന്നുകൾക്കും കുറച്ച് ബലമുണ്ട്. പക്ഷേ കണ്ണൂർ ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെ കുന്നുകൾ ചീടി എന്നാണ് പറയുക. കാരണം ബലമുണ്ട്. പാറയാണോ ചോദിച്ചാൽ കുന്നാണോ, കല്ലാണോ ചോദിച്ചാൽ കല്ലാണ്, മണ്ണാണോ ചോദിച്ചാൽ മണ്ണാണ്. ഇപ്പോൾ ഞാൻ 2 ഉദാഹരണം പറയാം. കൊയിലാണ്ടി ബൈപ്പാസിൽ കുന്നിയോർ മല പണി നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം അവിടെ മല ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മടപ്പള്ളിക്കടുത്ത് പണി നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം മല ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേനൽക്കാലത്ത് വരെ ഇടിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഭൂപ്രകൃതിയുടെ ഒരു പ്രശ്നം കൂടിയാണ്. കേരളത്തിലെ കുന്നുകളും കേരളത്തിലെ വയലുകളും ഇടിച്ചും നെഗറ്റീവുമല്ലേ കേരളത്തിൽ റോഡുണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് കേരളത്തിലെ റോഡുണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം? നമ്മളുടെ കൈവശം സാങ്കേതിക വിദ്യയുണ്ട്. സാങ്കേതിക വിദ്യ ഓരോ ദിവസവും പുതിയ വിദ്യകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 10 വർഷം മുന്നേ റോഡുണ്ടാക്കുന്ന രീതിയിലാണോ ഇന്ന് റോഡുണ്ടാക്കുന്നത്? 10 വർഷം മുന്നേ ഉപയോഗിച്ച ഉപകരണങ്ങളാണോ ഒന്ന് ഉപയോഗിക്കുന്നത്? അല്ല. അപ്പോൾ അതനുസരിച്ച് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരിഷ്കരിച്ച് ഇത് അപകടമില്ലാത്ത രീതിയിൽ, ഇത് മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ, കൂടുതൽ മണ്ണ് ഇടിയാത്ത രീതിയിൽ, വെള്ളക്കെട്ട് ഉണ്ടാവാത്ത രീതിയിൽ നമുക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കണം. അപ്പോൾ അതിൻ്റെ ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാരും മോശക്കാരല്ല. എനിക്കറിയാവുന്ന ആളുകൾ റാങ്ക് ഹോൾഡർമാരാണ്. എഞ്ചിനീയറിംഗിൽ എംടെക്കിലും ബിടെക്കിലൊക്കെ റാങ്ക് നേടിയ ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന ആൾക്കാർ. അപ്പോൾ അവരൊക്കെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പ്ലാൻ തയ്യാറാക്കുന്നതും ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതും. അതേ സമയത്ത് നമുക്കറിയാം ഇവിടെ ഭൂമി ഏറ്റെടുക്കാൻ വലിയ സമരമുണ്ടായിരുന്നു. ഇവിടെ മണ്ണിടിക്കാൻ വലിയ എതിർപ്പുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മണ്ണ് ഇടിക്കാൻ പറ്റാത്തത് കാരണമാണ് ഈ കോഴിക്കോട് ബൈപ്പാസ്, വെങ്ങളം രാമനാട്ടുകര ബൈപ്പാസിൻ്റെയും അതോടൊപ്പം അഴിയൂർ വെങ്ങളം റീച്ചിൻ്റെയും പണി പതുക്കെയായത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ കമ്പനികളുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഒരു കമ്പനി സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപകരണങ്ങൾ വിട്ടുകൊടുത്തു എന്ന്. അങ്ങനെ പരാതി പറഞ്ഞിട്ട് ഇവിടെ ഒരു കമ്പനിക്ക് 10 ലക്ഷം രൂപ പിഴ വിധിച്ചിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി. അതായത് ഇതിനു വേണ്ടി കൊണ്ടുവന്ന ഉപകരണങ്ങൾ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിന് വേണ്ടി അവർ കണ്ടെത്തി ഫൈൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഭൂപ്രകൃതിയുടെ പ്രശ്നമുണ്ട്. പിന്നെ ചില സ്ഥലത്ത് അപാകതകൾ ഉണ്ടാവും നിർമ്മാണത്തിൽ. അത് നമുക്ക് പരിഹരിക്കണം. നമുക്ക് ഹൈവേ വേണ്ടെന്ന് പറയാൻ വടക്ക് മലകളുടെ പ്രത്യേകത അതൊക്കെ താങ്കൾക്കറിയാം. ആർക്കെങ്കിലും ഒരു ഉത്തരവാദിത്വം വേണമല്ലോ. ആ ഭൂപ്രകൃതിക്ക് അനുസരിച്ചാണോ നിർമ്മാണം എന്നുള്ളതല്ലേ അടിസ്ഥാനപരമായ പ്രശ്നം. അപ്പോൾ അത് എല്ലായിടത്തും നിർമ്മിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും നിർമ്മിച്ചിട്ടുള്ളത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. എല്ലായിടത്തും ഭൂപ്രകൃതി നോക്കിയിട്ടല്ല നിർമ്മാണം നടന്നത് എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൻ്റെ കാര്യത്തിൽ അതല്ലേ സംഭവിച്ചിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളുമായി ആ തരത്തിൽ താരതമ്യത്തിന് സാധ്യതയില്ലല്ലോ. ഇവിടുത്തെ ഭൂപ്രകൃതി വ്യത്യസ്തമാണ്, ഭൂപ്രദേശം വ്യത്യസ്തമാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിർമ്മാണമല്ല നടന്നത്. താങ്കൾ ഈ പറയുന്നത് വയലിന് മേലൊക്കെ എങ്ങനെയാണ് മണ്ണിട്ട് നികത്തിയത് എന്നുള്ളത് അറിയുകയാണിപ്പോൾ. അല്ല, വളാഞ്ചേരിയിൽ വയോഡക്റ്റ് ഉണ്ടല്ലോ, ഇല്ലേ? വയോഡക്റ്റ് ഇല്ലേ? കോട്ടക്കൽ ബൈപ്പാസ് വയോഡക്റ്റ് ഇല്ലേ? ഇപ്പോൾ അൻവർ സാറിന് കൃത്യമായിട്ട് അറിയാം. വളാഞ്ചേരിയിൽ കിലോമീറ്ററോളം വയോഡക്റ്റാണ്. 70 അടി ഉയരമുള്ള തൂണുണ്ട് അവിടെ. കോട്ടക്കലിൽ ബൈപ്പാസിന് വയോഡക്റ്റാണ്. പക്ഷേ എല്ലാ സ്ഥലത്തും ഇപ്പോൾ കൂരിയാട്ട് പ്രശ്നം, കൂരിയാട്ട് നേരത്തെ ഉണ്ടായിരുന്ന റോഡ് മണ്ണിട്ട് നികത്തിയ റോഡാണ്. ഏത് 40 വർഷം 50 വർഷം 60 വർഷമായി അവിടെയുള്ള റോഡ്, നിലവിലുള്ള ഹൈവേ മണ്ണിട്ട് നികത്തിയ ഹൈവേ ആണ്. അവിടെ വയോഡക്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അതേപോലത്തെ ഒരു ഹൈവേ ആണ് അവിടെ നിർമ്മിച്ചത്. അവിടെ വയോഡക്റ്റ് ഇല്ല, അവിടെ മണ്ണിട്ട് നികത്തിയ റോഡാണ്. അപ്പോൾ ഇത് അതുകൊണ്ടാണ് അത് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മെട്രോയുടെ തൂണ് ബലക്ഷയം വന്നില്ലേ? നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി കൂടി മനസ്സിലാക്കണ്ടേ? എറണാകുളത്ത് മെട്രോയുടെ 2 തൂണിന് ബലക്ഷയം വന്നില്ലേ? കോഴിക്കോട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡില്ലേ, KSRTC ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒഴിഞ്ഞു കിടക്കുകയാണ്. അറിയോ? അങ്ങനെ ഒരു താരതമ്യമൊന്നും സാധ്യമല്ല. ഇപ്പോൾ ഈ വിണ്ട് കീറിയ റോഡ് അതിൽ ടാറിട്ടങ്ങ് നികത്തിയാൽ മതിയോ? അതാണോ പരിഹാരം? അടിസ്ഥാനപരമായി വീഴ്ച സംഭവിച്ചിരിക്കുന്ന റോഡിൽ ഇനി എങ്ങനെയാണ് പുനർനിർമ്മാണം എന്നൊരു ചോദ്യമുണ്ടല്ലോ. കോടികൾ ചെലവഴിച്ചു കഴിഞ്ഞതാണല്ലോ.
ഇതിൽ ഈ ഒന്നിൽ നിന്ന് തുടങ്ങുമോ? അതിനൊക്കെ എഞ്ചിനീയർമാരുണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ എഞ്ചിനീയർമാരെ നിങ്ങൾ അങ്ങനെ കൊച്ചായി കാണല്ല. അതായത് പ്രകൃതിയുടെയും ഭൂമിയുടെയും സ്വഭാവം വെച്ച് പല കുഴപ്പങ്ങളും സംഭവിക്കും. അത് പരിഹരിക്കാനുള്ളൊക്കെ ബുദ്ധി അറിവും ഉള്ള ആളുകളല്ലേ നമ്മുടെ നാട്ടിലെ എഞ്ചിനീയർമാർ. നമ്മൾ അവരെ അങ്ങനെ കൊച്ചാക്കരുത്. അവർ പരിഹരിക്കും. അവർ ഈ ഇന്ത്യ മുഴുവൻ റോഡ് ഉണ്ടാക്കുന്നില്ലേ? കേരളത്തിൽ എത്ര റോഡ് ഉണ്ടാക്കി? ചില സ്ഥലത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മൈസൂർ ബാംഗ്ലൂർ ഹൈവേ, ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കൊങ്കൺ റെയിൽവേയിൽ എല്ലാ കൊല്ലവും മണ്ണിടിയുന്നില്ലേ? ഇല്ലേ? എല്ലാ കൊല്ലവും കൊങ്കൺ റെയിൽവേയിൽ മണ്ണിടിയുന്നത് കൊണ്ട് എന്താണ് പറഞ്ഞു വരുന്നത്? ഇതിപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്, അതൊക്കെ അതിനുശേഷം അങ്ങ് പരിഹരിക്കുമെന്നാണോ? ഒരു കാറിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണത്, പാറക്കല്ലുകൾ വീണത് ഭാഗ്യം കൊണ്ടാണ് ആ കാറിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത്. അതൊരു മരണത്തിലേക്ക് കലാശിക്കുകയായിരുന്നെങ്കിൽ താങ്കൾ ഇതേ ലാഘവത്തോടു കൂടി മറുപടി പറയുമായിരുന്നു. ഇനി അങ്ങോട്ട് മഴ കനത്തു കഴിഞ്ഞാൽ മറ്റു റോഡുകളിലും ഇതൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പു പറയാൻ പറ്റുമോ ശ്രീ പത്മനാഭൻ? ആർക്കും ഒരു ഉറപ്പും തരാൻ പറ്റില്ല. കാരണം ഇത് പ്രകൃതിയുടെ ശക്തിയായിട്ടുള്ള വെള്ളച്ചാട്ടവും അല്ല, ദൈവമല്ല, സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരിഹരിക്കണം. നമ്മൾ ഓരോ പ്രശ്നങ്ങളെയും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരിഹരിക്കണം. അങ്ങനെയാണ് പരിഹരിക്കുക. നമ്മുടെ അടുത്ത് സാങ്കേതിക വിദ്യയുണ്ട്, ഉപകരണങ്ങളുണ്ട്, യന്ത്രങ്ങളുണ്ട്. പരിഹരിക്കണം. അങ്ങനെ പരിഹരിച്ച് പോകണം, മുന്നോട്ട് പോകണം. പണ്ടത്തെ കാലത്തെ പോലെ അല്ലല്ലോ നമ്മൾ പണ്ട് ഉപയോഗിച്ച ഉപകരണങ്ങളല്ലല്ലോ ഒന്നും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ വെല്ലുവിളികൾ, പ്രകൃതിയുടെ വെല്ലുവിളികളുണ്ട്. അതിനെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മറികടന്ന് മുന്നോട്ട് പോകണം. അതാണ് ചെയ്യേണ്ടത്. നോക്കൂ, കരാർ കമ്പനിക്ക് തുടക്കത്തിൽ തന്നെ വീഴ്ച സംഭവിച്ചു എന്നാണ് ഗതാഗത മന്ത്രാലയം തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. കരാർ കമ്പനിക്ക് തുടക്കത്തിലേ വീഴ്ച സംഭവിച്ചു. അതായത് ഭൂമി ബലപ്പെടുത്തുന്നതിൽ കാണിച്ച അശ്രദ്ധ, ഈ പറഞ്ഞ പാടം പോലുള്ള പ്രദേശങ്ങൾ, വയൽ പ്രദേശങ്ങൾ, അവിടുത്തെ ഭൂമി ബലപ്പെടുത്തുന്നതിൽ കാണിച്ച അശ്രദ്ധ, അതാണ് അപകട കാരണം എന്ന് വിലയിരുത്തിയിരിക്കുന്നത് ഗതാഗത മന്ത്രാലയമാണ്. ഇനി താങ്കൾ അതിൽ വെള്ളം ചേർക്കണ്ട. അതെ, എനിക്കെന്ത് വെള്ളം ചേർക്കാൻ? എപ്പോ നോക്കണമായിരുന്നു ശ്രീ പത്മനാഭൻ? നിർമ്മാണം തുടങ്ങും മുൻപ് നോക്കണമായിരുന്നു. അല്ല, അതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഈ കൂരിയാട് മാത്രമല്ലേ പ്രശ്നമുള്ളൂ? ഇപ്പോൾ സാങ്കേതികമായ നിർമ്മാണത്തിലുള്ള അപാകത സാങ്കേതിക വിദഗ്ധ സംഘം കണ്ടെത്തിയത് ഒരു സ്ഥലത്തല്ലേ ഉള്ളൂ. 644 കിലോമീറ്ററിൽ ഒരു സ്ഥലത്താണ് നിർമ്മാണത്തിൽ അപാകത കണ്ടെത്തിയത്. ഇത് മുഴുവൻ തട്ടിപ്പാന്ന് പറയാം. കുപ്പത്ത് അത് അവിടത്തെ വലിയ കുന്നിടിച്ച് അതൊന്നും നിർമ്മാണത്തിന് അപാകതയെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഒരു വിദഗ്ധ സംഘവും പറഞ്ഞിട്ടില്ല. വഴിയെ പോകുന്നവർ പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് സിവിൽ എഞ്ചിനീയറിംഗ് അറിയില്ല. സാങ്കേതിക വിദഗ്ധന്മാർ വന്ന് പരിശോധിച്ചോ? കുപ്പത്ത് എന്നിട്ട് പറഞ്ഞോ ഇത് നിർമ്മാണത്തിന് അപാകത? പറഞ്ഞിട്ടില്ല. നിർമ്മാണത്തിന് മുമ്പ് ഭൂമിയുടെ അവസ്ഥ പരിശോധിച്ചില്ല എന്നുള്ളത് ഇപ്പോൾ ആദ്യം കണ്ട വിള്ളൽ കണ്ട സ്ഥലത്തെ പരിശോധന മാത്രമാണ്. ഇനി അങ്ങോട്ട് പരിശോധന തുടരേണ്ടി വരും. വെള്ളിയാഴ്ച കോടതിക്ക് റിപ്പോർട്ട് നൽകേണ്ടി വരും. ഇതൊക്കെ NHAയുടെ മുന്നിലെ ഉത്തരവാദിത്തമാണ്. ഇത്ര ലാഘവത്തോട് ഇതിനെ കാണാൻ പറ്റുമെന്നുള്ള ചോദ്യമുണ്ട്. പരിശോധിച്ചിട്ട് അപാകതകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കണം. അതിന് ഉത്തരവാദികളായ ആൾക്കാർക്കെതിരെ നടപടിയെടുക്കണം. അപാകത ഉണ്ടെങ്കിൽ ഇതിനൊന്നും നമുക്കൊന്നും ഇതിൽ ആരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വി ആർ വിത്ത് എ ഓപ്പൺ മൈൻഡ്. തുറന്ന സമീപനമാണ്. നിർമ്മാണം 60% പൂർത്തിയാക്കിയ ശേഷം അതിന് തർക്കമില്ലല്ലോ. നിർമ്മാണം 60% പൂർത്തിയാക്കിയ ശേഷം ഇനി തുറന്ന സമീപനം എന്താണ് അർത്ഥം? തുറന്ന സമീപനമല്ലാതെ മറ്റു സമീപനം എടുക്കാൻ പറ്റില്ലല്ലോ NHAയ്ക്ക് ഉത്തരവാദിത്തമാകുമ്പോൾ. ഈ പറഞ്ഞ ആൾക്കാർ ആരെങ്കിലും ഹൈവേ വേണ്ടെന്ന് പറഞ്ഞോ? അല്ല, ഹൈവേ വേണ്ട എന്നുള്ളതാണോ അതിന്റെ മറുപടി? ഹൈവേ വേണ്ട എന്നുള്ളതാണോ മറുപടി? അല്ല, ഹൈവേ വേണ്ട എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ഹൈവേ നിങ്ങൾ ഹൈവേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൈവേയിൽ വിള്ളലും ഉണ്ടാകും എന്നതാണോ കേരളത്തിനോട് പറയാനുള്ളത് കേന്ദ്ര സർക്കാരിന്? നിർമ്മാണത്തിൽ വലിയ തോതിലുള്ള ഭൂമിയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തുമ്പോൾ അതിൻ്റെതായ പ്രത്യാഘാതം പരിശോധിച്ച ശേഷം ആ പ്രത്യാഘാതം ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നിർമ്മാണം. പരിശോധിച്ചു. നിർമ്മാണത്തിന് മുൻപ് ഭൂമിയുടെ അവസ്ഥ പരിശോധിച്ചിട്ടില്ല ശ്രീ പത്മനാഭൻ. ഇതിവിടെ ഞങ്ങൾ പറയുന്നതല്ല, മാധ്യമങ്ങൾ പറയുന്നതല്ല, ഗതാഗത മന്ത്രാലയം പറയുന്നതാണ്.
644 കിലോമീറ്റർ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞോളൊന്നും കാര്യമില്ല. 644 കിലോമീറ്റർ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ആവർത്തിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പിഴവുകൾ സംഭവിക്കുന്നതാണല്ലോ ചർച്ച. നിങ്ങൾ മാവോയിസ്റ്റുകളെ പോലെ സംസാരിക്കല്ല. അതാണ് വികസന വിരോധികളും മാവോയിസ്റ്റുകളും. അതാണ് താങ്കൾ നേരത്തെ പറഞ്ഞ മല എങ്ങനെ തുറക്കുന്നു എന്ന കാര്യം പറഞ്ഞല്ലോ. വെർട്ടിക്കലായി മല തുറക്കുന്നു. ഇങ്ങനെ വെർട്ടിക്കലായി മല തുറന്നിട്ടാണോ ഈ റോഡ് നിർമ്മിക്കേണ്ടത് എന്നൊരു ചോദ്യം നേരത്തെ താങ്കൾ അടക്കമുള്ളവർ ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ വികസന വിരോധികളാകും. അങ്ങനെ വികസന വിരോധികൾ എന്ന വിളിക്ക് ഒരു ഐക്യപ്പെടലുണ്ട്. ചില സ്ഥലത്ത് നിന്ന് തുടർച്ചയായി വരുന്ന വാചകമാണത്, വികസന വിരോധികൾ. താങ്കൾക്ക് തോന്നിയിട്ടില്ലേ? സ്മൃതി, ഇതിൽ 2-3 കാര്യമുണ്ട്. ഞാൻ തർക്കിക്കാനല്ല, ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് ഇപ്പോൾ ഇവിടെ സാങ്കേതിക പിഴവൊന്നുമില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഒരു മികച്ച ഏജൻസി തന്നെയാണ്. യാതൊരു തർക്കവുമില്ല. അവർ ഈ കാട്ടിലൂടെയും പുഴയിലൂടെയും കടലിലൂടെയും ഒക്കെ റോഡുകൾ നിർമ്മിച്ചിട്ട് ശീലമുള്ളവരും അതിന് ടെക്നോളജി പരീക്ഷിച്ച് നല്ല രീതിയിൽ നടപ്പാക്കുന്നവരുമാണ്. ആ ടെക്നോളജിയും ആ DPRും എല്ലാം ഇവിടെയും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അതൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് പലതും ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ പോകുന്നത്? അവിടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ വലിയ സാമ്പത്തിക ചെലവുണ്ട്. അത് ഈ ടെൻഡറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ അത് എസ്കേപ്പ് ചെയ്താൽ, അത് ചെയ്യാതെ ഇരുന്നാൽ കോടികളുടെ ലാഭമുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന വേങ്ങരക്കടുത്തുണ്ടായ കൂരിയാടുണ്ടായ വിഷയം തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഭൂമി ഈ പറയുന്ന വെള്ളക്കെട്ടിൽ എങ്ങനെ കൺസ്ട്രക്ഷൻ നടത്തണം, എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യണം, എങ്ങനെ കോൺക്രീറ്റിങ് നടത്തണം, എങ്ങനെ ഷീറ്റ് വിരിക്കണം, അതിൻ്റെ മുകളിൽ എത്ര മെറ്റൽ വിരിക്കണം, അതിൻ്റെ മുകളിൽ എത്ര മണ്ണ് വിരിക്കണം, ആ മണ്ണ് എത്ര കോമ്പാക്റ്റ് ചെയ്യണം, കൃത്യമായ കണക്കുണ്ട്. അത് ചെയ്യുമ്പോൾ കാശ് ചിലവുണ്ടാകും. അതിൻ്റെ പകുതി പോലും ചെയ്യുന്നില്ല പല സ്ഥലത്തും. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പകുതി പോലും ടെൻഡർ വ്യവസ്ഥയിൽ പറയുന്ന ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ 50% പോലും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ആരാണിതിന് സഹായിക്കുന്നത്? പൂർണ്ണമായ അഴിമതിയാണ്. കേരള ഗവൺമെൻറ്റും PWDയും ഒഴിഞ്ഞു നിൽക്കാനൊന്നും പറ്റില്ല. അവർക്കിതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മോറൽ റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, ലീഗൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ വർക്കുകൾ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്നത് സെൻട്രൽ വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സ്റ്റേറ്റ് PWD ആണ്. എത്ര വട്ടം മന്ത്രി പറഞ്ഞിട്ടുണ്ട്, എത്ര മീറ്റിംഗ് നടത്തിയെന്ന് പറയുന്നുണ്ട്. അതൊക്കെ വസ്തുതയല്ലേ? പക്ഷേ അവിടെയൊക്കെ നടന്നത് എന്താണ്? അവിടെയൊക്കെ നടന്നത് അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഇപ്പോൾ ഈ KNR കമ്പനി നമുക്കറിയാം, അതിലൊക്കെ നടന്നിരിക്കുന്ന അഴിമതിക്ക് കയ്യും കണക്കുമില്ല. അവരെയൊക്കെ തുറന്ന് വിട്ടിരിക്കുകയാണ്. അവരുടെയൊക്കെ സ്റ്റാഫിനെ ഈ പറയുന്ന PWD മന്ത്രിയുടെ ഓഫീസിൽ സ്വീകരിക്കുന്നത് സ്വന്തം എന്താ പറയുക, പെങ്ങളെ കെട്ടി അളിയൻ വരുമ്പോൾ നമുക്കൊരു സന്തോഷം സ്നേഹം ഉണ്ടാവുമല്ലോ. ആ രീതിയിലാണ് ഈ KNRൻ്റെയൊക്കെ സ്റ്റാഫിനെ PWDയൊക്കെ മന്ത്രിൻ്റെയൊക്കെ ഓഫീസുകളിൽ സ്വീകരിക്കുന്നത്. കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. അവിടെയാണ് ഈ വിഷയം. ഒരാളോടും നോ എന്ന് പറയാൻ പറ്റില്ല. അവർ ചെയ്യുന്നതിന് എഴുതി കൊടുക്കണം. PWD എഞ്ചിനീയർമാരെ വ്യക്തിപരമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിക്കൂ. അവർക്കൊന്നും ഒരു റൈറ്റും ഇല്ല. സാറേ അത് ശരിയല്ല എന്ന് മന്ത്രിയോട് പറയാനുള്ള ശേഷിയില്ല. നീ അത് നോക്കണ്ട. നീ എത്ര കാലമായി പണിയെടുക്കാൻ തുടങ്ങിയിട്ട്? KNR കമ്പനിയെക്കുറിച്ച് നിനക്കറിയോ? ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ പണിത കമ്പനിയാണ്. അവർക്കതറിയാം. ആവശ്യമില്ലാതെ അവിടെ പോയി ചൊറിയാൻ നിൽക്കണ്ട എന്ന് മരുമകൻ മന്ത്രി ഈ പറയുന്ന PWD ഉദ്യോഗസ്ഥന്മാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. പിന്നെ ആര് നോക്കും ഇത്? രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നിങ്ങളൊരു റിപ്പോർട്ട് പുറത്തു വിട്ട് നമ്മൾ ചർച്ചയ്ക്കിടയിൽ കോഴിക്കോട് എവിടെയോ മണ്ണ് നികത്തുന്നത്. ഈ നാഷണൽ ഹൈവേയുടെ തീരങ്ങളിൽ എത്ര ഏക്കർ ഭൂമിയാണ് സ്മൃതി നികത്തിപ്പോയത്? എങ്ങനെയാണ് നികത്തുന്നത് അറിയോ? ഇവർക്കൊരു സ്ഥലത്തുനിന്ന് മണ്ണ് കട്ട് ചെയ്യുമ്പോൾ അതൊരു സ്ഥലത്ത് ഡംപ് ചെയ്യണം ആദ്യം. ആ ഡംപ് ചെയ്യാനാണ് എന്ന വ്യാജേനയാണ് ഈ വയലിൽ കൊണ്ടുപോയിട്ട് മണ്ണ് നിറക്കുന്നത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ മണ്ണ് എടുക്കേണ്ട ആവശ്യം വരുമ്പോൾ ഇവർക്ക് ആവശ്യമുള്ള മണ്ണ് മാത്രം എടുത്ത് ആ വയൽ നികത്തുന്നതിന് ആവശ്യമായ മണ്ണ് അവിടെ ഇട്ടിട്ട് പോരുകയാണ്. ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ ഈ പറയുന്ന PWD ഓഫീസിൽ, മന്ത്രിയുടെ ഓഫീസിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ ഗ്യാങ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വർക്ക് നടത്തുന്ന ഏത് പാടത്താണ് ഇത് ഡംപ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് പോലും ഈ പറയുന്ന PWD മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. ആ മണ്ണ് പിന്നെ കോരിപ്പോകുന്നില്ല. മറ്റൊരു കാര്യം എന്താണ്? ഇതിനൊന്നും ആരും തടുക്കില്ല, എതിർക്കില്ല.
കാരണം ഇതിനെ എതിർക്കാൻ ചെന്നാൽ എന്താ പറയുക, വികസന വിരോധികളായി, അല്ലെങ്കിൽ നാട്ടിലെ ഡെവലപ്മെൻറ്റ് നടക്കുന്നതിന് എതിർപ്പുള്ളവരായി ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, നമ്മൾ മനുഷ്യരാകെ കുഴഞ്ഞിരിക്കാനുള്ള ഇവിടുത്തെ ട്രാഫിക് ജാം കൊണ്ട് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സ്റ്റേറ്റ്, ഏറ്റവും കൂടുതൽ വാഹനങ്ങളുള്ള സ്റ്റേറ്റ്, റോഡ് മറ്റ് സംസ്ഥാനത്തെ അപേക്ഷിച്ച് നമുക്കില്ല. അപ്പോൾ എന്ത് പണ്ടാറടക്കിയിട്ടായാലും വേണ്ടിയില്ല, ഈ റോഡ് പണിയൊന്ന് തീരട്ടെ എന്ന് ഒരു മനുഷ്യൻ്റെ എന്താ പറയുക നിസ്സഹായാവസ്ഥ, അതിനെ ചൂഷണം ചെയ്യുക PWD മന്ത്രി ഇവിടെ. ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നതാ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു കാര്യം പറയാതെ പോകാൻ വയ്യ, ഇതിൽ വലിയ അഴിമതി നടക്കുന്നത് എന്താണ്, മെറ്റീരിയൽസ് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഇവിടെ ഉണ്ടായിരുന്നു. എന്താ ചെയ്ത അവസാനം? ഇവിടെ 2000-ഓളം കോറികൾ ഇവിടെ പൂട്ടിക്കിടക്കുകയാണ്, 2000-ഓളം ക്രഷറുകൾ പൂട്ടിക്കിടക്കുകയാണ്. അവർക്ക് അവരുടെ ലീഗൽ പ്രോബ്ലംസ് തീർന്ന് അത് റിന്യൂ ചെയ്ത് കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. ഏകദേശം 5000 കോടി രൂപയോളം ഫൈന് കോറി ക്രഷറുകളിൽ നിന്ന് കേരളത്തിൽ പിരിച്ചെടുക്കാനുണ്ട്. അത് പിരിച്ചെടുക്കണമെങ്കിൽ എന്ത് വേണം, നിങ്ങൾ ഇത്ര കോടി റുപ്യ തരാനുണ്ടെന്ന് വേണ്ട ഒരു നോട്ടീസ് അവർക്ക് കൊടുക്കണം. ആ നോട്ടീസ് തരാൻ വേണ്ടിയിട്ട് ജിയോളജിക്കാരെ കാല് പിടിക്കുന്നു ഇവിടുത്തെ ക്രഷർ കോറി ഓണേഴ്സ്. അതൊന്നും തുറന്നു കൊടുക്കില്ല. കാരണം എന്താ അറിയോ, ഇവിടെ ലിമിറ്റഡ് ആയിട്ട് ചില ക്രഷറുകൾ, കോറികൾ മന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും താല്പര്യത്തിലുമുള്ളത്. എന്നിട്ട് ഇപ്പം എന്താ ചെയ്തത്, കേരളത്തിലെ കംപ്ലീറ്റ് പ്രൈവറ്റ് ഫോറസ്റ്റിലെ പാറകൾ, റവന്യൂ പാറകൾ ഇഷ്ടം പോലെ പൊട്ടിക്കാൻ പെർമിഷൻ കൊടുത്തില്ലേ? 500 കോടി മേലക്ക് രൂപ കോൺട്രാക്ട് എടുത്ത എല്ലാവരും നിങ്ങൾ കയറി പൊട്ടിച്ചു, അതാണ് ഓർഡർ. അല്ലാതെ ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഞാൻ ഈ പറഞ്ഞ 600 ചില്ലാനം കിലോമീറ്ററിൽ വലിയ ദുരന്തം വരാൻ പോകുന്ന ഈ ദുരന്തമുണ്ടാക്കിയത് മുഴുവൻ ഇതിൻ്റെ പിന്നിലുള്ള പണമുണ്ടാക്കുക എന്ന വലിയ ആർത്തി PWDയും മന്ത്രിയുടെ ഓഫീസും അതിനോടൊപ്പം നിൽക്കുന്നവർ കൂട്ടുനിന്നാണ് കേരളത്തിലെ ഈ 600 ചില്ലാനം കിലോമീറ്റർ ദുരന്ത ഭൂമിയാക്കി മാറ്റിയിട്ടുള്ളത്. വരാനിരിക്കുന്ന നാളുകളിൽ നമ്മളത് കാണാൻ പോവാണ്. ശരി, അരുൺകുമാർ, പൊതുമരാമത്ത് വകുപ്പിനെതിരെയുള്ളത് ഗുരുതരമായ ആരോപണങ്ങളാണ്, മറുപടി നൽകാം. എനിക്ക് കുറച്ച് സമയം തന്നെ, കാരണം കഴിഞ്ഞ അരമണിക്കൂറായി ഞാൻ രണ്ടുപേരുടെയും വാദം കേട്ടുകൊണ്ടിരിക്കുക. ഇവിടെ പരസ്പര വിരുദ്ധമായ, നിയമവിരുദ്ധമായ പരാമർശങ്ങൾ മാത്രമാണ് BJPയുടെ പ്രതിനിധിയും തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധിയും നടത്തുന്നത്. അതോടൊപ്പം തന്നെ തന്റെ വ്യക്തിവിരോധം തീർക്കാൻ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധി കുറെ ദുരാരോപണങ്ങൾ, കെട്ടിച്ചമച്ച ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ വ്യക്തിത്വം തന്നെയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ PW മിനിസ്റ്ററെ കൊണ്ടുപോയി ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് ഇത്രയും ചടുലതയോടെ പ്രവർത്തിക്കുന്ന, ദിവസത്തിൽ 10-18 മണിക്കൂർ പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന യുവാക്കളുടെ ആവേശകരമായിട്ടുള്ള മന്ത്രി എന്ന് പറഞ്ഞ് ഈ മന്ത്രിയെ പുകഴ്ത്തിയിട്ട് അധികം മാസമായില്ല. നിരവധി തവണ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ കേരളത്തിന്റെ PWD വകുപ്പിന്റെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ നേട്ടങ്ങളെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി നിരവധി പോസ്റ്റിട്ട വ്യക്തിത്വം തന്നെയാണ് ഈ ചർച്ചയിൽ വന്ന ആരോപണം ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയാണ്, കാട്ടിലൂടെയും തോട്ടിലൂടെയും എല്ലാം പാത വെട്ടുന്നവരാണ് ദേശീയപാത അതോറിറ്റി. ആ DPR ഇവിടെ ഉപയോഗിച്ചില്ല. ഏത് കാട്ടിലും തോട്ടിലും റോഡ് നിർമ്മിക്കുന്നതിന്റെ DPR, ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് എങ്ങനെ ഇവിടെ ഉപയോഗിക്കാൻ കഴിയുക? ഇവിടെ ഓരോ റീച്ചിനും ഓരോ DPR ആണ്. ഓരോ റീച്ചിനും ഓരോ DPR, ഓരോ കൺസൾട്ടൻസി ഏൽപ്പിക്കുന്നു. ആ കൺസൾട്ടൻസിയാണ് അലൈൻമെന്റ് നിർണ്ണയിക്കുന്നു. ആ അലൈൻമെന്റ് ദേശീയപാത അതോറിറ്റിക്ക് കൊടുക്കുന്നു. അവർ അപ്രൂവൽ ചെയ്യുന്നു. അതിനുശേഷം ടെൻഡർ വിളിക്കുന്നു. അതിനുശേഷം കരാറുകാരെ ഏൽപ്പിക്കുന്നു. എല്ലാ പ്രക്രിയയും നടത്തുന്നത് ദേശീയപാത അതോറിറ്റിയല്ലേ? അദ്ദേഹം പറയുമ്പോൾ ഒരു വാക്കുപോലും ദേശീയ അതോറിറ്റിക്കെതിരെ പറയുന്നില്ല. മറിച്ച് എല്ലാം PW മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടാണ് കല്ല് എവിടെ പൊട്ടിക്കണം, മണൽ എവിടെ കൊണ്ടുപോയി ഇടണം, മണ്ണ് എവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്യണം എന്നുവരെ തീരുമാനിക്കുന്ന ഈ ഓഫീസാണെന്ന് ആരോപണത്തിന്റെ കുന്തമന പോയി നിൽക്കുന്നത്. അവസാനം പറയുന്നത് ഇവിടുത്തെ ക്വാറികൾ അടച്ചു കിടക്കുകയാണ്. ആ ക്വാറികൾ അമിതമായി പൊട്ടിച്ചതിന്റെ ഫൈൻ അടയ്ക്കാൻ എത്ര രൂപയാണ് വേണ്ടത് എന്ന് ചോദിച്ച് ക്വാറിയുടെ ഉടമകൾ നടക്കുകയാണ്. എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്? ഏതെങ്കിലും ഒരു രേഖ, ഒരു കൃത്യമായിട്ടുള്ള മെറിറ്റുള്ള ആരോപണമുണ്ടോ? ഹൈക്കോടതി പറഞ്ഞല്ലോ, ആരോപണം ആർക്കും ഉന്നയിക്കാം, പക്ഷെ ആരോപണങ്ങൾക്ക് പിന്നിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ വേണം, വസ്തുത വേണം. ശങ്കരാടി പറഞ്ഞ ഇതാണ് രേഖ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് അദ്ദേഹം ഒരു വാചകം, മൂത്തുപഴുത്തതല്ല ഞെക്കിപ്പഴുപ്പിച്ചതാണ്. ഇന്ത്യയിൽ ഒരു DYFIക്കാരന് വളരാൻ കഴിയുന്നത് ഏറ്റവും വലിയ പോസ്റ്റ് ഉണ്ട്, DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. ആ അഖിലേന്ത്യാ പ്രസിഡന്റായി വർഷങ്ങൾ പ്രവർത്തിച്ച് വടക്കേന്ത്യയിലും ഹിന്ദി ഹൃദയഭൂമിയിൽ വരെ DYFI പ്രവർത്തനത്തിന്റെ ഭാഗമായി യുവാക്കളെ സംഘടിപ്പിച്ച് നിരവധി ജയിലുകളിൽ കിടന്ന് ഇലക്ട്രിക് ലാത്തിയും ജലപീരങ്കിയും തോക്കുകളും ഗ്രനേഡും നിറഞ്ഞു നിന്ന സമരമുഖത്തേക്ക് ഇറങ്ങി ക്രൂരമായിട്ടുള്ള ലാത്തി ചാർജുകൾ നേരിടേണ്ടി വന്ന
ആ യുവജനങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് CPM-ന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MLA ആയത്, മന്ത്രിയായത്. അത് ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക് കിട്ടിയ അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അവിടെയാ പറയുന്നത് ഞെക്കിപ്പഴിപ്പിച്ചതാണ്. PW വകുപ്പിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ കിട്ടാതെ സമയബന്ധിതമായി ടൂറിസം രംഗത്തും വിപ്ലവകരമായ മാറ്റം വരുത്തി ലോകത്ത് കണ്ടിരിക്കേണ്ട 50 പ്രദേശങ്ങളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിലൊന്നായി ഈ കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ മാറുന്ന സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിയെ നിങ്ങൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നു, മറ്റു മന്ത്രിമാരെ ആക്രമിക്കുന്നു. 9 വർഷമായി ഇവിടെ പ്രതിപക്ഷം മാധ്യമങ്ങൾ ആക്രമിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ആരോപണം ശരിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും മന്ത്രിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണം ഈ പൊതുമണ്ഡലത്തിൽ ശരിവെച്ചിട്ടുണ്ടോ? കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബലൂൺ പൊട്ടുന്നത് പോലെ, കുമിള പൊട്ടുന്നത് പോലെ ഓരോ ആരോപണവും പോയിട്ടുണ്ട്. ഇവിടെ ദേശീയപാതയുടെ DPR, കൺസൾട്ടന്റ്സ്, അതുപോലെ തന്നെ അലൈൻമെന്റ്, ടെൻഡർ, കരാറുകാരെ കണ്ടെത്തൽ, നിർമ്മാണ മേൽനോട്ടം എല്ലാം വഹിച്ച ദേശീയപാത അതോറിറ്റി, ആ അതോറിറ്റി തന്നെയാണ് ഇന്ന് കരാറുകാർക്ക് ഡീബാർ ചെയ്തത്. ഇന്ത്യ സംസ്ഥാന ഈ കരാറുകാർ മന്ത്രിയുടെ ഓഫീസിൽ കയറി ഇറങ്ങാറുണ്ടായിരുന്നോ? അതേപോലെ തന്നെ ഹൈക്കോടതി ഇപ്പോൾ ഡീബാർ ചെയ്യപ്പെട്ട ഈ കരാറുകാർ മന്ത്രിയുടെ ഓഫീസിൽ കയറി ഇറങ്ങിയിരുന്നോ? അല്ല, എന്ത് ചോദ്യമാണ്? മന്ത്രിയുടെ ഓഫീസിൽ പല ആളുകളും വരും, ജനങ്ങൾ വരും, അതുപോലെ തന്നെ കൺസൾട്ടൻസി എടുത്തവർ വരും, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയ്ക്ക് വരും. അതൊക്കെ വന്നോ പോയോ? പക്ഷെ ഇവിടെ ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആരോടാ റിപ്പോർട്ട് ആവശ്യപ്പെട്ടെ? സംസ്ഥാന ഗവൺമെന്റിനോടല്ലോ, PWD അല്ലല്ലോ. റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റിയോടാണ്. കാരണം ഇത് ദേശീയപാത എന്ന് തന്നെ പറയുന്ന അതുകൊണ്ട് തന്നെയല്ലേ. ശരി, ദേശീയപാതയാണ്. അങ്ങനെയെങ്കിൽ എന്തിനായിരുന്നു അതിനു മുമ്പ് അവകാശവാദം ഉന്നയിച്ചത്? ഞങ്ങളുടെ നേട്ടം എന്ന നിലയ്ക്ക് അവകാശവാദം എല്ലാ ഘട്ടത്തിലും ദേശീയപാത നിങ്ങളുടെ വികസന നേട്ടങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ടുണ്ടായിരുന്നല്ലോ. ആദ്യ വരിയിൽ തന്നെ ദേശീയപാത ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ വരുന്ന അപകടത്തിന്റെ ഉത്തരവാദിത്വം കൂടി ഭാഗികമായിട്ടെങ്കിലും സംസ്ഥാന സർക്കാരിനുണ്ട്. അതിൽ ആ മുതൽ ക്ഷ വരെ ഞങ്ങളല്ല കേന്ദ്രമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. പറയുന്നത് നിങ്ങൾ ജനങ്ങളോടാണല്ലോ. അല്ല, ഞാൻ ഇവിടെ ഒറ്റ ഞങ്ങൾ പറയുന്ന ഓരോ വാക്കിനും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. തൃണമൂലിന്റെ പ്രതിനിധി പറയാ, ഛത്തീസ്ഗഡിൽ ഭൂമി ഏറ്റെടുത്തില്ലേ, ബംഗാളിൽ ഭൂമി ഏറ്റെടുത്തില്ലേ? കൃത്യമായി പറയുന്നു. നിതിൻ ഗഡ്കരി രാജ്യസഭയിൽ A.A. റഹീം ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് കേരളത്തിൽ മാത്രമാണ് ദേശീയപാത അതോറിറ്റിക്ക് സംസ്ഥാന ഗവൺമെന്റ് പണം മുടക്കിയത്. അത് ഇത്ര രൂപയാണെന്ന് അവിടെ പാർലമെന്റ് രേഖയുടെ ഭാഗമായിട്ടുണ്ട്. ഞങ്ങൾ കൃത്യമായി 5580 കോടി രൂപ അന്നും പിന്നീട് മൊത്തം 6000 കോടി രൂപ മുടക്കി. ആ മുടക്കിയതിന്റെ ഭാഗമായി കേരളത്തിന്റെ കടമെടുപ്പ് തോതിൽ നിന്ന് 6000 കോടി രൂപ വെട്ടിക്കുറച്ചു. അപ്പോൾ 12000 കോടി രൂപ ഈ കേരളത്തിന് ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു. അതിന്റെ മേൽനോട്ടം എന്ന രീതിയിൽ വിവിധ സാങ്ഷനുകൾ, വിവിധ വകുപ്പുകളുടെ സാങ്ഷനുകൾ, ജനങ്ങൾ നടത്തിയ പ്രക്ഷോഭം, വയൽക്കിളികളുടെ സമരം, കീഴാറ്റൂർ സമരം, നെഞ്ചത്ത് ഗ്യാസ് കുറ്റി കെട്ടിവെച്ച സമരം, റോട്ടിൽ നിസ്കാരപ്പായ വിരിച്ച സമരം, ഈ സമരത്തെയെല്ലാം മാന്യമായി അഡ്രസ് ചെയ്ത് ഏറ്റവും അന്തസ്സോടെ നഷ്ടപരിഹാരം കൊടുത്ത് ആ സമരം ഒത്തുതീർപ്പാക്കി സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തീകരിക്കാനുള്ള നേതൃത്വം ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ശരി, പണം മുടക്കിയിരിക്കുന്നു, മാന്യമായ നഷ്ടപരിഹാരം നേടിക്കൊടുത്തിരിക്കുന്നു എന്നൊക്കെ തന്നെ അവകാശവാദമായി ഉന്നയിക്കാം. അങ്ങനെ പണം നൽകുമ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നതിനുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയില്ലേ? ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ, ഒറ്റ മിനിറ്റ്. അല്ല, ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ, ഒറ്റ മിനിറ്റ്. ഇവിടെ കൊങ്കൺ റെയിൽവേ പണിതപ്പോ 50 തവണയാണ് ആക്സിഡന്റ് ഉണ്ടായത്. ഈ കർണാടകത്തിലെ ദേശീയപാതയുടെ മണ്ണിടിഞ്ഞ് വലിയ ലോറികൾ വരെ വെള്ളത്തിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി. ഈ നെടുമ്പാശ്ശേരിയിലെ വിമാനത്താവളം ഓരോ മഴ വരുമ്പോഴും വെള്ളം കയറി റൺവേ അടക്കം നിറഞ്ഞു പോകുന്നതിന്റെ കാരണം കണ്ടെത്തി. നിർമ്മാണത്തിലെ അപാകതയാണ്, അത് പരിഹരിക്കുന്ന സാഹചര്യം. ഇത്തരത്തിൽ ഏത് കുറവുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ പാകത്തിന് ഈ രാജ്യത്ത് എഞ്ചിനീയറിംഗ് സിസ്റ്റം ഉണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, ദേശീയപാത അതോറിറ്റിയുമായിട്ട് ചർച്ച നടത്തും, ആ ചർച്ചയുടെ ഭാഗമായി കുറവുകൾ കണ്ടെത്തും, അത് പരിഹരിക്കും, സമയബന്ധിതമായി നാടിന് സമർപ്പിക്കും. അതിനിടയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അദ്ദേഹത്തിന് നിതിൻ ഗഡ്കരിയായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ആ BJP-യുടെ ആ ഉള്ളിലെ ആ ഇതുണ്ടല്ലോ, അങ്ങോട്ട് സമവാക്യം, ആ സമവാക്യത്തിന്റെ ഭാഗമായി ദേശീയ പ്രസിഡന്റിന്റെ ഒപ്പം നിന്ന് നിതിൻ ഗഡ്കരിയെ ഒന്ന് ആക്രമിക്കണം. എന്നിട്ട് പറയാണ് അലൈൻമെന്റ് മാറ്റി, ആര് മാറ്റി, DPR മാറ്റി, ആരെപ്പോ മാറ്റി പറയുമ്പോൾ കൃത്യമായിട്ട് രേഖ വേണം. ഇതൊക്കെ ആരാ മാറ്റുന്നത്? എല്ലാം ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായിട്ട് ഉദ്യോഗസ്ഥന്മാർ, റീജിയണൽ ഓഫീസർ ഉണ്ട് കേരളത്തിൽ. അദ്ദേഹത്തിന്റെ കീഴിൽ ഓരോ റീച്ചിനും പ്രത്യേകമായിട്ട് ചുമതലക്കാരുണ്ട്. ഉണ്ടെങ്കിൽ വസ്തുതാപരമായിട്ട് അന്വേഷിക്കട്ടെ, നിയമ നടപടി സ്വീകരിക്കട്ടെ. ഇതെങ്ങനെയെങ്കിലും കേരളത്തിലെ ഗവൺമെന്റിന്റെ തലയിൽ വെക്കണം. PWD വകുപ്പിനെ ആക്രമിക്കണം, മന്ത്രിയെ ആക്രമിക്കണം. PWD പിന്നെ ഈ നടത്തിയ യോഗങ്ങൾ എന്തായിരുന്നു? ആക്രമണം അല്ലല്ല, ഈ പറയുന്ന ഈ ആഴ്ചതോറുമുള്ള യോഗം എന്തായിരുന്നു? ഈ ഫീൽഡ് വിസിറ്റ് എന്തായിരുന്നു? എന്താണ് ഈ ഫീൽഡിൽ പോയി ചെയ്തിരുന്നത്? ഒറ്റ
ഓരോ റീച്ചിലും പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭങ്ങളുണ്ടോ? വാട്ടർ അതോറിറ്റിയുടെ കൺസെന്റ് കിട്ടാനുണ്ടോ? ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ലൈൻ മാറ്റാനുണ്ടോ? അതുപോലെ തന്നെ വനം വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അംഗീകാരം കിട്ടാനുണ്ടോ? ജിയോളജി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ മാത്രമൊന്നുമല്ല മന്ത്രി പറഞ്ഞിട്ടുള്ളത്. മന്ത്രി പറഞ്ഞതാണ് ഞാൻ ചോദിച്ചത്. മന്ത്രിയുടെ വാചകങ്ങളാണ്. ജനത്തെ കാണുന്നു, ജനപ്രതിനിധികളെ കാണുന്നു. ജനത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രശ്നങ്ങൾ മന്ത്രിയുടെ ചെവിയിൽ എത്തിയിട്ടുണ്ടാകും. അതെ, കൃത്യമായി എവിടെ പ്രശ്നങ്ങളുണ്ടോ, ഈ സ്വന്തമായി ഭൂമി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് പരാതി ഉണ്ടാവും, പരിഭവം ഉണ്ടാവും. അവർക്കെല്ലാം മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്ത് ഇനി എന്റെ ഭൂമി ഈ പദ്ധതിക്ക് വേണ്ടി വേണമോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന രൂപത്തിലേക്ക് ഈ നാടിനെ പാകപ്പെടുത്തിയത് LDF ഗവൺമെന്റ് അല്ലേ? ഇത്തരത്തിൽ മേൽനോട്ടം കൊടുത്തത് കൊണ്ടല്ലേ സമയബന്ധിതമായി പൂർത്തീകരിച്ച്? അങ്ങ് എന്തെങ്കിലും കണ്ണൂർക്ക് പോകുമെങ്കിൽ ആ മാഹി തലശ്ശേരി ആ റൂട്ടക്കിലൊക്കെ ഒന്ന് സഞ്ചരിച്ചു നോക്കുക. കാരണം മനോഹരമായ രീതിയിൽ നിരവധി സ്ട്രെച്ചുകൾ പണി പൂർത്തീകരിച്ചു. അതിനിടയിലാണ് ഈ 2-3 സ്ട്രെച്ചുകളുടെ പ്രശ്നം. അത് പരിശോധിച്ച് പരിഹരിക്കാൻ ഇവിടുത്തെ സാങ്കേതിക വിദഗ്ധർക്ക് കഴിയും. ജനങ്ങൾക്ക് പരാതിയുള്ളവരെ അഡ്രസ് ചെയ്യും, എല്ലാവരോടെയും ഹൃദയത്തോട് ചേർക്കും. പക്ഷെ സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തീകരിക്കും. അതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. ആ രേഖ എവിടെ? അല്ല, എനിക്കതിൽ വലിയ വിഷമം തോന്നുന്നുണ്ട്. അരുൺകുമാർ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്താണ്. അരുൺകുമാറിൻ്റെയൊക്കെ ഇന്നും ഈ അവസ്ഥ തുടരുമ്പോഴേ വലിയ സങ്കടം തോന്നുന്നുണ്ട്. കാരണം ഇപ്പോഴും ഇതൊക്കെ ന്യായീകരിക്കേണ്ടി വരുന്ന, എന്താ പറയുക, റിയാസ് വെട്ടിനിരത്തിയ യുവ നേതാക്കളിൽപ്പെട്ട ഒരു സാധു നേതാവാണ് അരുൺ. അത്രയും ശേഷിയും കഴിവുള്ള ഒരു വാക്ചാരിതയുള്ള വ്യക്തിയാണ്. എന്തോ ആവട്ടെ. അപ്പോൾ 1-2 കാര്യങ്ങൾ മാത്രം. ഇപ്പം അതിൽ പറഞ്ഞത് മുഹമ്മദ് റിയാസിനെ കുറിച്ച് ഞാൻ നന്നായി സംസാരിച്ചിരുന്നു എന്നാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, ശേഷിയുള്ള മന്ത്രി ഒക്കെ വാസ്തവമാണ്. പക്ഷേ അത് മനസ്സിലാക്കി വെച്ചതിൽ നിന്ന് മനസ്സിലാക്കിയതല്ല. പണം അടിച്ചു മാറ്റാൻ ഈ പറയുന്ന ഈ ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ കോഴിക്കോട് എയർപോർട്ട് തൊട്ട് ഞാൻ പറയേണ്ടതില്ല. പലതും കണ്ണിൽ കണ്ടതുപോലെ എനിക്ക് ഉറപ്പ് വന്നപ്പോഴാണ് ഞാൻ ആ പാത വിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയിരുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പച്ചയായി വിളിച്ചു പറഞ്ഞ ആളാണ് ഞാൻ. അതൊരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, ഈ പറയുന്ന അഴിമതികളെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ DPRനെ കുറിച്ചല്ല പറഞ്ഞത്. കേന്ദ്ര നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പുഴയിൽ എങ്ങനെ റോഡുണ്ടാക്കണം, കടലിൽ എങ്ങനെ റോഡുണ്ടാക്കണം, വയലിൽ എങ്ങനെ റോഡുണ്ടാക്കണം എന്നറിയുന്ന ടെക്നോളജി അവർക്കറിയാം. ആ DPR ഉണ്ട്. പക്ഷെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ റോഡ് ഇടിഞ്ഞ് പൊളിഞ്ഞു പോകുന്നത്. അതിൻ്റെ പിന്നിൽ അഴിമതിയാണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇതിൻ്റെ രേഖയായിട്ട് വരണോ? ഞാൻ ഒറ്റ കാര്യം ചെയ്യാം. അരുൺകുമാർ അടക്കമുള്ള ആളുകളോട് നമ്മളൊരു പബ്ലിക് ഡിബേറ്റ് നമ്മൾ തയ്യാറാണ്. ഇദ്ദേഹത്തിൻ്റെ മന്ത്രി വരട്ടെ, അരുൺകുമാർ വരട്ടെ, ദേശീയപാത അല്ല, അവർ അന്വേഷിക്കണം. അതിൽ യാതൊരു തർക്കമില്ല. അവരിപ്പോൾ അന്വേഷിച്ചല്ലോ, നടപടി സ്വീകരിച്ചല്ലോ, പെട്ടെന്നാണെങ്കിൽ പോലും. എന്താ നിങ്ങളുടെ ഈ പറയുന്ന പശ്ചിമ ബംഗാളിലും ഡൽഹിയിലും എന്താ പറയുക പോയി സമരം നടത്തിയ വലിയ നേതാവ് എന്ന് പറയുന്ന മുഹമ്മദ് റിയാസ് അത്ര തൻ്റെ ഇടമുള്ളവനാണെങ്കിൽ എന്താ ഈ സ്ഥലത്തൊന്നും വരാതിരുന്നത്? അവിടെ വന്ന് ജനങ്ങളോട് സംസാരിക്കാനുള്ള തൻ്റെ ഇടം എന്താ കാണിക്കാതിരുന്നത്? എവിടെ പോയി തൻ്റെ ഇടം? അവിടെയാണ് തൻ്റെ ഇടം വേണ്ടത്. അല്ല, അവിടെയാണ് ലീഡർഷിപ്പ് വേണ്ടത്. അല്ലാതെ റീൽസ് എടുത്ത് വിട്ടിട്ട് രാവിലെ വൈകുന്നേരം റീൽസ്. സമയം കഴിയുന്നതുകൊണ്ട് അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, വീഴ്ചയിൽ ചോദ്യം ചോദിച്ച കോടതിയെയും നിങ്ങൾ മാവോയിസ്റ്റുകളിൽ പെടുത്തുമോ? ആരോപണങ്ങൾ മാത്രമാണ് ഉന്നയിക്കുന്നത്. ശ്രീപത്മനാഭൻ, ഈ റോഡ് ഉണ്ടാക്കണമെങ്കിൽ കുന്നിടിക്കണം, ആ റോഡ് ഉണ്ടാക്കണമെങ്കിൽ കുന്നിടിക്കണം, വയൽ നികത്തണം. വിഴിഞ്ഞത്ത് എത്ര ലക്ഷം ക്യൂബിക് മീറ്റർ പാറ പൊട്ടിച്ചിട്ടാണ് വിഴിഞ്ഞുണ്ടാക്കിയത്. ഇപ്പോൾ ഇതൊന്നും ചെയ്യാതെ റോഡും എന്താ പറയുക കപ്പൽശാലയും പോർട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റേതായ പ്രത്യാഘാതങ്ങളുണ്ടാവും. അത് പരിഹരിക്കണം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട്. അല്ലാതെ ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ട് റോഡിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാവർക്കും റോഡ് വേണം. റോഡ് വേണ്ടെന്ന് ചാനൽ ചർച്ചയിൽ ഇരിക്കുന്നവരല്ലോ റോഡിനെ കുറ്റം പറയുന്നത്. ആ റോഡിലൂടെ പോകുന്നവരിൽ താങ്കളുമുണ്ട്, ഞാനുമുണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്. ഒന്ന് കാണിച്ചു തരുമോ? ഒരാളെ കാണിച്ചു തരുമോ? റോഡ് വേണ്ട എന്ന് പറയുന്ന ഈ ചോദിക്കാത്ത ചോദ്യം എന്തിനാണ് താങ്കൾ ഇങ്ങനെ തിരികെ കയറ്റുന്നത്? റോഡ് വേണ്ട ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ചോദ്യം മാവോയിസ്റ്റുകളാകും, വികസന വിരോധികളാകും. ശരി, കുന്നിടിക്കാതെ
കുന്നിടിക്കാൻ അല്ല, കുന്നിടിച്ചോളൂ, എങ്ങനെ ഇടിക്കുന്നു എന്നൊക്കെ പ്രശ്നമാണല്ലോ. എങ്ങനെ കുന്നിടിക്കുന്നു, എവിടെയുള്ള കുന്നിടിക്കുന്നു, എവിടെയുള്ള വയൽ നികത്തുന്നു, വയൽ നികത്തി വയൽമേൽ കല്ലിടുമ്പോൾ അത് ഉറപ്പിച്ചിട്ടാണോ? ഇതൊക്കെയാണല്ലോ ചോദ്യങ്ങൾ. കോടതിയോട് ഏതായാലും ഉത്തരം പറയട്ടെ, കോടതിയോട് വെള്ളിയാഴ്ച ഉത്തരം പറയട്ടെ. നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നത്? ഏത് ലോകത്താ? നിങ്ങൾ ഭരിക്കുന്ന ലോകത്ത് തന്നെയാണ് ശ്രീ പത്മനാഭൻ. സമയം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം ഇരിക്കാം. വളരെ നന്ദി ശ്രീ പി വി അൻവർ, അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.